നീ അങ്ങനെ നിൽക്കല്ല, നിന്നെ കാണും. ഇങ്ങോട്ട് തന്നെ, നീ ഇങ്ങോട്ട് തന്നെ. കുറേ ആൾക്കാരുണ്ട്, അവരുടെ കയ്യിൽ ഗണ്ണൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് അവർ ഉപയോഗിക്കുക. ആടാ 2-3 പേര് അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് നിൽക്കണ്. എടുത്താലൊക്കെയാലോ. ചേച്ചി ബാക്കി നടിച്ചോ, ഞാൻ സൈഡിൽ കൂടെ വരാം. ഞാൻ വന്നേ, എന്നാ പിടിച്ചോ. ആ ഒന്ന് രണ്ട്. ഇയാളെന്ന് തിന്നിക്കിട്ട് ചേച്ചി, ഇയാളടിക്കില്ല. അയാൾക്ക് ധൈര്യം ഇല്ലെന്ന് തോന്നുന്നുണ്ട്. അയ്യോ, ചേച്ചിനെ അടിക്കുന്നു. എന്റെ ചേച്ചിനെ അടിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറൂട്ടാ. ചേച്ചി ഇടിക്ക്. അല്ല, ഷൂട്ട് ചെയ്യുമ്പോ എന്നെ കൂടെ നോക്കിക്കൊള്ളട്ടാ. എന്റെ മേലേക്ക് ഷൂട്ട് ചെയ്യാലോ ചേച്ചിയെ. നീ അതിന് മാറുന്ന മതിയായിരുന്നില്ലേ? നന്നായി എന്തായാലും വായോ, എല്ലാവരും ഇളക്കിയിട്ടുണ്ട്. ഞാൻ വേഗം നമുക്ക് കണ്ടെയ്നർ എടുത്തിട്ട് നമ്മുടെ ട്രവറിൻ്റെ അടുത്തേക്ക് പോവാം. അവളെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമോ? ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആട്ടറാ. ഇത് വലിയ വണ്ടിയല്ലേ, നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഡ്രൈവിങ്ങിൽ നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഇത് താഴത്തേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ പിന്നെ കുഴപ്പമില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, നമ്മുടെ ചേച്ചി പിന്നെ പുല്ലല്ലേ. ചേച്ചി കൊണ്ടേ പറ്റുള്ളൂ ഇതൊക്കെ. ഞാനൊക്കെ ആണെങ്കിൽ ചിലപ്പോ നമ്മൾ 2 പേരും ആ കൊക്കയിൽ കിടക്കണ്ടാവും. ഞാനും പിന്നാനൊക്കെ അങ്ങനെയാ. പക്ഷെ ചേച്ചി ഏത് കുഞ്ഞു വഴിയാണെങ്കിലും ചേച്ചി വളവും തിരുമോ ഒക്കെ സെറ്റാണ്. ചേച്ചിയെ കൊണ്ട് ചേച്ചി എന്തെത്താൻ ചേച്ചി മൊത്തല്ലേ. എനിക്ക് അറിഞ്ഞൂടെ ചേച്ചിനെ കുറിച്ചിട്ട്. ചേച്ചി ധൈര്യം ഇടോ, ചേച്ചിക്ക് താഴ്ത്തിക്ക് കൊണ്ടുപോകാൻ പറ്റും.